സ്കൂൾ തുറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ കുഞ്ഞുണ്ണിക്ക് ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. അമ്മയുടെ വകയാണ് ഇപ്രാവശ്യം ബാഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ പോയി കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞാനും അമ്മയും കുഞ്ഞുണ്ണിയാണ് പോയത്. ഞങ്ങൾ നടന്നാണ് പോയത്. 5-ാം മൈൽ പോയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീടിന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ 5-ാം മൈലേക്ക്. അപ്പോൾ നമ്മൾ നടന്നു. അമ്മയുടെ കൂടെ നടന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടോ. ഞാനും കുഞ്ഞുണ്ണിയും മാത്രം നടക്കുകയാണെങ്കിൽ എത്രയോ സമയം കഴിഞ്ഞ് നമ്മളവിടെ എത്തും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബാഗ്സ് ഉണ്ട്, ഒരുപാട് മോഡൽ ബാഗ്സ് ഉണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ ഭയങ്കര അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ ഒരു തോന്നിപ്പോകും കേട്ടോ. നമ്മൾ പണ്ടത്തെ കുട്ടിക്കാലൊക്കെ നമുക്ക് ഓർമ്മ വരിക്കുന്ന ബാഗ്സ് കാണുന്ന സമയത്ത്. അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കാണ്. ആരെങ്കിലുമൊക്കെ ഇറങ്ങിയാൽ നമുക്ക് പിന്നെയും കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. കുഞ്ഞുണ്ണി ഓരോ ബാഗ് നോക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവന് ഈ ഒരു ഇട്ട ബാഗാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ അമ്മയുടെ കയ്യിലുള്ള ആ ബാഗ് അതിപ്പോഴത്തെ ട്രെൻഡാണെന്ന് അവർ പറഞ്ഞ് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, നല്ലോണം പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവൻ അതത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ടൈപ്പ് ബാഗ് മതി. അവസാനം ആ പച്ച കളറിൻ്റെ റെഡ് കളറാണ് അവൻ എടുത്തത് കേട്ടോ. റെഡ് മതി എന്ന് പറഞ്ഞു. പച്ച കളർ കിട്ടി, അതാദ്യം മതി എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ റെഡ് കണ്ടു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഇത് മതി. അങ്ങനെ അത് വാങ്ങിച്ച് കുട വേണമെന്ന് പറഞ്ഞ് കുടയും വാങ്ങിക്കുകയാണ്. കുട വാങ്ങിക്കുമ്പോൾ ബ്ലാക്ക് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ തുറന്ന് നോക്കണമെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുടയും വാങ്ങിച്ചു, ബാഗും വാങ്ങിച്ചു, കൂടെ ഒരു ബോക്സും വാങ്ങിച്ചു. ഇതൊക്കെ വാങ്ങിച്ച് കടേൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഞാനും കുഞ്ഞുണ്ണിയും അവിടെ തന്നെ നിന്നു. അപ്പോൾ അമ്മ കപ്പ വാങ്ങിക്കാൻ വേണ്ടി 5-ാം മൈൽ ടൗണിലേക്ക് പോയി കേട്ടോ. നല്ല മഴ വരുന്നത് നിങ്ങൾ കാണുന്നില്ല. അവിടെ മഴക്കാറ് നല്ല മഴയായിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു. മഴ ഇങ്ങനെ ഇത്തിരി പാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ മഴയുള്ളത് കൊണ്ട് നമ്മൾ വേഗം ഓട്ടോ പിടിച്ച് പോകാമെന്ന് വിചാരിച്ച്. നടന്നാൽ എന്തായാലും വീട്ടിലെത്തൂല. പിന്നെ പുതിയ കുടയൊക്കെ തുറക്കേണ്ടി വരും. വേറെ കുടയൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഓട്ടോയിൽ ഇങ്ങനെ പോകാൻ. നമ്മൾ വല്ലപ്പോഴേ ഓട്ടോയിൽ കയറും. അതുകൊണ്ട് ഓട്ടോയിൽ പോകാൻ നല്ല രസം. കുഞ്ഞുണ്ണിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്ടോ ഓട്ടോയിൽ കയറുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ വരുന്ന വഴിക്ക് അമ്മ കപ്പ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ചായക്കുള്ള കടിയും വാങ്ങിച്ചിരുന്നേ. കല്ലുമ്മക്കായ നിറച്ചത് ഒരു വടയായിരുന്നേ. അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാനിരുന്നു. ഞാൻ കല്ലുമ്മക്കായ എടുത്ത് കഴിച്ചു നോക്കി. അത് നല്ല തണുത്ത കല്ലുമ്മക്കായാണ്. എനിക്ക് തോന്നുന്നു രാവിലെ ഉണ്ടാക്കിയതാണെന്ന്. പിന്നെ എന്തോ ഒരു സ്മെല്ലുണ്ടോയെന്നൊക്കെ ഒരു തോന്നല്. അപ്പം ഞാൻ ഇങ്ങനെ മണത്തൊക്കെ നോക്കി. അതിൻ്റെ കൂടെ ഹോർലിക്സും കുടിച്ചു. കണ്ട നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതാ അത് കഴിഞ്ഞതിന് ശേഷം അമ്മ കപ്പ പുഴുങ്ങി തന്നു കേട്ടോ. കപ്പ നല്ല മീനിൻ്റെ നെയ്യൊക്കെ ഇട്ടായിരുന്നു പുഴുങ്ങി തന്നെ. അതുകൊണ്ട് നല്ല രസമാണ് കഴിക്കുക. ആ നല്ല മഴയത്തും തണുപ്പത്തും ചൂട് കപ്പ കഴിക്കുക എന്തായിരുന്നു ഒരു ടേസ്റ്റ്. കുഞ്ഞുണ്ണി കഴിച്ചില്ല കേട്ടോ. കുഞ്ഞുണ്ണിക്ക് ഈ കപ്പ ചക്ക അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചു കേട്ടോ.